ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മൾ വേസ്റ്റിലൊക്കെ കളയുന്ന ആക്രിക്കടയിലോ അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്കൊക്കെ കൊടുത്ത് ഒഴിവാക്കി കളയുന്ന ഈ ഒരു ലിക്വിഡിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഒരു ഐഡിയ ചെയ്യാൻ പോവാണ്. നമുക്ക് വീട്ടിലുള്ള കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പപ്പടക്കോലോ ആണിയോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് നമ്മളിതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ചെടി നടാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിന് മുന്നേ 1-2 ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നന്നായിട്ട് വളർന്ന് വന്നത് കണ്ട പ്രചോദനത്തിൽ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഹോൾസ് ഇട്ടതിലേക്ക് കുറച്ച് ചകിരിത്തുപ്പ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചകിരിത്തുപ്പ് ക്രമേണ കമ്പോസ്റ്റ് ആയിക്കോളും. അതുപോലെ നല്ല ചെടിക്ക് നല്ല വേരോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിലേക്ക് മണ്ണും വളവും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതം നമ്മളതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ ഇടവളങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഫില്ലായിക്കോളും, ബാക്കിയോട് ഫില്ലായിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്കൊരു പോപ്പി ചെടിയാണ് നടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെടി വേണമെങ്കിലും, ചെടിയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചീരയോ വെണ്ടയോ എന്ത് വേണമെങ്കിലും നമുക്കതിലേക്ക് നട്ടു കൊടുക്കാം. നല്ല കരുത്തോടെ തന്നെ അതിൽ വളരും. നമ്മൾ ചട്ടിയിലൊക്കെ നടുമ്പോൾ തന്നെ വളരും. അങ്ങനെ ഒരു മാസം മുന്നേ നട്ട 2 ജമന്തി തൈകളാണ് ഈ കാണുന്നത്. കണ്ടില്ല, അത് നല്ല ചട്ടിയിലേതുപോലെ തന്നെ നല്ല കരുത്തായിട്ട് വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ അതിൻ്റെ ഒരു 4 മാസം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്തതാണ് ഈ ഒരു തൈ. ഇത് കണ്ടില്ലേ, നിറയെ പൂക്കളുണ്ട്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ചട്ടിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിനേക്കാളും നല്ല കരുത്തോടെ വളർന്നിട്ടുള്ളതും പൂത്തതും അതിലാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമാവാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.